ബിജെപിയുടെ സി.വി. സജിനി ചേരുകയാണ്. സി.വി. സജിനി ഇപ്പോൾ CPIM-ന്റെ ജനറൽ സെക്രട്ടറി ദീപാങ്കുർ ഭട്ടാചാര്യ പറയുന്നത് ഈ വോട്ടർ പട്ടിക, അതായത് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച വോട്ടർ പട്ടികയേക്കാൾ ഏതാണ്ട് 3 ലക്ഷത്തിലധികം പേർ വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ്. നേരത്തെ ഈ തീവ്ര പരിഷ്കരണത്തിൻ്റെ പേരിൽ ഏതാണ്ട് 65 ലക്ഷത്തിലധികം ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ഏതാണ്ട് നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി കൊണ്ടുവരികയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ 35 ട്രെയിനാണ് ഡൽഹിയിൽ നിന്ന് ബീഹാർ ഇലക്ഷനായി പ്രത്യേകം സജ്ജീകരിച്ചത്. അങ്ങനെ ജനാധിപത്യത്തെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന് നേടിയൊരു വിജയമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രതിപക്ഷം. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാതെ, ഒരു സ്വയം വിമർശനം നടത്താതെ, അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ, അതിനെ റെക്ടിഫൈ ചെയ്യാൻ, തങ്ങളുടെ തെറ്റുകൾ, തങ്ങളുടെ പരാജയങ്ങൾ മനസ്സിലാക്കി അതിനെ ഒന്ന് ഓവർകം ചെയ്ത് മുൻപോട്ട് വരാൻ ശ്രമിക്കാതെ വീണ്ടും ആ പഴയ പല്ലവി ഉണ്ടല്ലോ, വോട്ട് ചോരിയും SIR-ഉം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ വാദപ്രതിവാദം നടക്കുന്നത് അത് വീണ്ടും ആ പടുകുഴിയിലേക്കുള്ള ആ യാത്രയുടെ ആ സൂചന തന്നെയാണ്. ഇവിടെ SIR നടപ്പിലാക്കും, തീർച്ചയായിട്ടും നടപ്പിലാക്കും. ആ SIR നടപ്പിലാക്കുമ്പോൾ അതിലെന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അതിൽ കോടതിയിൽ പോകണം. അല്ലാതെ ഈ ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇവിടെ ഒരു AC മുറിയിൽ വന്ന് പത്രസമ്മേളനം നടത്തുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. ഈ സംഭവിക്കുന്നത് എന്താണെന്ന് ഈ നാട്ടിലെ ആളുകൾ കാണുന്നുണ്ട്. പിന്നെ കുടിയേറ്റ തൊഴിലാളികൾക്ക് വോട്ടുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യണമല്ലോ. അതിലെന്താണ് തെറ്റുള്ളത്? BJPക്ക് മാല പോലെ കോർക്കാൻ സാധിച്ചുവെന്ന് അതിന് സർക്കാർ ട്രെയിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. സർക്കാർ എന്തിനാണ് ട്രെയിൻ കൊടുക്കുന്നത്? ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു, അവർ വന്നു. ആഘോഷകാലത്ത് ട്രെയിൻ ഉണ്ടാവാറില്ലേ? പ്രത്യേക ട്രെയിനുകൾ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ ഓരോരോ അവസരങ്ങൾ, ആവശ്യങ്ങൾക്കനുസരിച്ച് ട്രെയിനുകൾ ഇടുന്നുണ്ടാവാം. പക്ഷേ ഇത് കുടിയേറ്റ തൊഴിലാളികൾക്ക് അവരുടെ വോട്ടവകാശം, അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അപ്പം ഈ വലിയ പരാജയത്തെ, അതായത് ഇന്ത്യ സഖ്യത്തിൽ ഒന്ന് നിങ്ങളുടെ ഇടയിൽ തന്നെ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു ചേർച്ചയില്ല. 2, ഈ വോട്ട് നടക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തലേന്ന് അവിടെ വന്ന് ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു യാത്രയൊക്കെ നടത്തി. അത് യാദവ മുസ്ലിം വിഭാഗങ്ങളിടയിലേക്ക് രാഹുൽ ഗാന്ധി നടത്തിയ ആ വോട്ട് ചോരി യാത്രയുണ്ടല്ലോ, ആ വിഭാഗത്തിനെ, ആ ന്യൂനപക്ഷ വിഭാഗത്തിനെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയല്ലേ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുൾപ്പെടെ, മുസ്ലിം വിഭാഗങ്ങൾക്കുൾപ്പെടെയുള്ള അവിടുത്തെയൊക്കെ സ്ത്രീകളുണ്ടല്ലോ, ബ്ലോക്കായിട്ട് NDAയെ അവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അത് വോട്ട് ചെയ്തിരിക്കുന്നു. ഈ മുത്തലാഖ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ മുസ്ലിം സഹോദരിമാർ യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പമാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഈ അമ്മമാർക്കുണ്ടല്ലോ, ഈ സഹോദരിമാർക്കൊക്കെ വേണ്ടത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമാണ്, തൊഴിലാണ്, മുൻപോട്ട് പോകാനുള്ള ഒരു മാർഗമാണ്. ഇത് തന്നെയാണ് യുവാക്കൾക്ക് ആവശ്യമുള്ളത്. നമുക്കല്ലല്ലോ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സ്ത്രീകൾ എന്തുകൊണ്ട് ബ്ലോക്കായി വോട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബീഹാറിലേക്ക് പോകും. ഞാൻ ബീഹാറിൽ 20 വർഷം മുൻപ് പോയിട്ടുണ്ട്, അടുത്ത കാലത്തും പോയിട്ടുണ്ട്. ഇവിടെ ധാരാളം ചെറിയ സംരംഭങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ട്രാക്ടർ ഓടിക്കുന്ന സ്ത്രീകളെ നമുക്കവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. അതായത് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ അവരുടെ മുൻപിൽ തുറന്നു കിടന്നിരിക്കുകയാണ്. പക്ഷേ സജിനി, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് 20 വർഷം ഭരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്ത്രീകൾ ഒന്നിച്ച് വോട്ട് ചെയ്തത്, യുവാക്കൾ ഒന്നിച്ച് വോട്ട് ചെയ്തത്. ഒരു മാസം മുൻപ് മാത്രമാണ് ഈ അവിടുത്തെ സ്ത്രീകൾക്ക് തൊഴിലില്ലെന്നും 10,000 രൂപ കൊടുക്കണമെന്നും NDAക്ക് തോന്നിയത്. ശരി, ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണൻ കൂടി തുടരുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇലക്ഷന് മുമ്പ് കൊടുത്ത 10,000 രൂപയ്ക്ക് അവിടുത്തെ ജനങ്ങൾ കൃത്യമായ ഒരു സ്നേഹം NDAയോട് പ്രകടിപ്പിച്ചു എന്നുള്ളത് വ്യക്തമാവുകയാണ്.